പരീക്ഷകളിൽ ഉന്നത വിജയം നേടിവരും. പൊതുപ്രവർത്തന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ചവരും എന്നും ആദരിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മഹാത്മാ സർഗവേദി കതിരൂർ പ്രതിഭാ സംഗമം 2026 സംഘടിപ്പിച്ചു. പൊന്നം പുല്ലോടി ഇന്ദിരാഗാന്ധി സ്മാരക ഹാളിൽ നടന്ന പ്രതിഭാ സംഗമവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു. വയോജനങ്ങളുടെ വേദനകൾ തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ പ്രതിഭകളെന്ന് അഡ്വക്കേറ്റ് ഇന്ദിര അഭിപ്രായപ്പെട്ടു. പി ജനാർദ്ദനൻ്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ MP അരവിന്ദാക്ഷൻ മുഖ്യഭാഷണം നടത്തി. വി കുഞ്ഞനന്ദൻ ആദരഭാഷണം നടത്തി. ഔദ്യോഗിക മേഖലയിലെയും പൊതുരംഗത്തെയും മികച്ച സേവനങ്ങൾ മുൻനിർത്തി N ഭാസ്കരൻ മാസ്റ്റർ, TB വിമല ടീച്ചർ, K രാമചന്ദ്രൻ മാസ്റ്റർ, KK നാരായണൻ മാസ്റ്റർ, P കാസിം, M രാഘവൻ, KP ശ്രീധരൻ, P ശ്രീധരൻ എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിയും കതിരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 40ഓളം വിദ്യാർത്ഥികളെ ഉപഹാരം നൽകിയും ആദരിച്ചു. വെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ കലാം ലൈബ്രറിക്കുള്ള പുസ്തകങ്ങൾ നാടകകൃത്ത് ഡോക്ടർ CK ഭാഗ്യനാഥ് കൈമാറി. ബിജേഷ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. TK സുരേന്ദ്രൻ, VM ആരതി, K ലതിക, C ഇന്ദു ടീച്ചർ, GV രാകേഷ്, AK പുരുഷോത്തമൻ നമ്പ്യാർ, AV രാമദാസൻ എന്നിവർ സംസാരിച്ചു. M രാജീവൻ മാസ്റ്റർ സ്വാഗതവും രാജീവൻ M നന്ദിയും പറഞ്ഞു. മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് നമ്മൾ സമൂഹത്തിലെ വലിയ വിപത്തായിട്ടുള്ള സുദീർഘമായ വ്യത്യസ്ത മേഖലകളിലുള്ള പരിധിയിലുള്ള മൺമറഞ്ഞോളം പേരെ നമ്മൾ അവരുടെ ഫാമിലിയായ ആ ചടങ്ങിൽ നമ്മുടെ കൊണ്ടിരിക്കുന്ന മഹത്വ്യക്തിയാണ് KK നാരായണൻ മാസ്റ്ററേയും അതുപോലെ ഭാവങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദീർഘകാലം GV രാകേഷ് ഇവിടെ ശ്രീമതി കൂടി സ്വാഗതം പറയുകയാണ്. ദീർഘിപ്പിക്കണം എന്ന് ലെവലേശം ഉദ്ദേശിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഉദ്ഘാടകർക്ക് 4:30 മണിക്കെങ്കിലും കണ്ണൂരിൽ മറ്റൊരു പരിപാടിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. സമീപകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എൻ്റെ സുഹൃത്ത് ശ്രീ രാജീവ് മാസ്റ്റർ ഇവിടെ വരച്ചു കാണിക്കുകയുണ്ടായി. വളരെ വ്യത്യസ്തമായ 2-3 പരിപാടികളുടെ സമന്വയമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളൊക്കെ പരീക്ഷയിലേക്ക് പോകുന്നത്. ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള അംഗീകാരത്തോടൊപ്പം നാളുകളിലുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് എന്നുള്ളതാണ്. കാരണം നാളെ ഈ ഒരു അവാർഡ് വാങ്ങാൻ നമുക്കും സാധിക്കണം എന്നുള്ളത് നിങ്ങളെ കണ്ടു വേണം താഴെയുള്ള കുട്ടികൾ പഠിച്ചു വളരാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസം ആ രക്ഷിതാക്കളുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് SSLC +2 മാത്രമല്ല, ഇനിയും അവിടെ ജീവിതയാത്രയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതും നാളുകളിൽ അവർക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടാവുക എന്നുള്ളതും അവരുടെ ആഗ്രഹം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ഇന്ന് നമ്മുടെ കുട്ടികള് നമ്മുടെ വളർത്തി വലുതാക്കി വരുന്ന കുട്ടികളൊക്കെ തന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നല്ല ജോലിക്ക് വേണ്ടിയും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും ഒക്കെ ചേക്കേറുമ്പോൾ നമ്മുടെ നാട് ഇന്ന് വയോജനങ്ങളുടെ നാടായി മാറുകയാണ് എന്നുള്ള ഒരു ഭീതി ഇല്ലാതില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നിനും പകരം വെക്കാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ആ തരത്തിൽ എനിക്ക് എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, നമ്മൾ എത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയാലും, നമ്മൾ അക്കാഡമിക്കലി നമ്മൾ ഫുൾ A+ വാങ്ങിയാലോ 100 നേതാവായി പ്രവർത്തിച്ച എൻ ഭാസ്കരൻ മാസ്റ്റർ, മേയറിൽ നിന്നും സംഘടനാ ചുമതലകൾ വഹിച്ചിട്ടുള്ള, അടുത്തതായി KP നാരായണ മാസ്റ്റർ. ഇന്ന് ഇത്തരം പരിപാടികൾ വളരെ കൂടുതലാണ്. അതായത് എല്ലാവരും വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ച്, ചിലപ്പോൾ അടിച്ച് പഠിപ്പിച്ചാൽ അങ്ങനെ പഠിപ്പിച്ച് എവിടെയെങ്കിലും എത്തിക്കണം എന്ന ഭയങ്കരമായ ഒരു ആഗ്രഹം രക്ഷിതാക്കളുടെ മനസ്സുകളിലുണ്ട്. മഹാശയരെ അവരുടെ ജീവിത വീഥികളിൽ അവർ നിർവഹിച്ച പ്രവൃത്തികളാൽ ഒന്ന് പരിചയപ്പെടുത്തുക, സാക്ഷ്യപ്പെടുത്തുക, ഒന്ന് ഉണർത്തുക എന്നുള്ളൊരു കർത്തവ്യം. അത് സ്വാഗത ഭാഷകൻ ഇവിടെ ആദ്യം നിർവഹിച്ചു. അവതാരകൻ അത് വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവർക്ക് ആദരവ് കൊടുക്കുന്ന വേളയിൽ അത്തരം അനൗൺസ്മെന്റ് വന്നു. ഒക്കെ കൂടി ഈ നാട്ടിലെ നാട്ടുകാരായ ഈ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങൾക്കും കർമ്മപരമായി, ധർമ്മപരമായി, നേതൃപരമായി പങ്കുവഹിച്ച ഇവരെ ഇനിയും എന്തെങ്കിലും പരിചയപ്പെടുത്താൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാകും എൻ്റെ ഉത്തരം. 2 ആഴ്ച മുന്നേ എന്നെ വിളിച്ചേൽപ്പിക്കുകയും വീണ്ടും 1-2 തവണ ഇന്നലെ വരെ എന്നെ വിളിച്ചേൽപ്പിച്ചതാണ്. തീർച്ചയായും പങ്കെടുക്കണം എന്നുള്ളത്. ഒരു വിളി മതി എനിക്കിവിടെ ഓടിയെത്താൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു വിളിപ്പാടകലെ ഞാൻ ഉണ്ടാവും. ചൊക്ലി പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും എൻ്റെ ജന്മനാട്ടിലൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലെ അതിയായ സന്തോഷം, വാക്കുകൾക്കപ്പുറത്തുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വേദിയാണ്. കാരണം ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചമുള്ള നമ്മുടെ പഴയ തലമുറയും ആ അനുഭവങ്ങൾ കണ്ടുപഠിക്കേണ്ട പുതിയ തലമുറയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സംഗമം. ഏറ്റവും മഹത്തരമായ ഒരു ചോദിച്ചാല് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും മേലെ നിൽക്കുന്ന, ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന, പ്രവർത്തിച്ച് പ്രവർത്തന പദത്തിന്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ഒരു കൂട്ടം കർമ്മശ്രേഷ്ഠരായ ആളുകൾ. നമുക്കിപ്പം 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ വേദിയിൽ മുതിർന്ന പൗരന്മാരെയും ഈ വർഷം മികച്ച വിജയം കൈവരിച്ച കൊച്ചുമക്കളെയും കാണുമ്പോഴുള്ള സന്തോഷം വ്യക്തിപരമായി ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മശ്രേഷ്ഠ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ശ്രീ ഭാസ്കരൻ മാസ്റ്റർ, ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ, TV വിമല, M രാഘവൻ, KP പുതുതലമുറയും ഒന്നിച്ചു ചേർന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണ് ഇത്. അക്കാദമിക രംഗത്ത് അവരുടെ പൊതുപരീക്ഷയുടെ തുടക്കം LSS മുതലാണ്. ആ പൊതുപരീക്ഷയുടെ തുടക്കം മുതൽ +2 വരെ അക്കാദമിക രംഗത്ത് ഉയർന്ന വിജയം നേടിയ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മഹനീയമായൊരു ചടങ്ങ്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സ്നേഹത്തിൻ്റെ കൈത്തിരിയുമായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൻ്റെ കാമമണ്ഡലങ്ങളിൽ മുന്നോട്ട് നീങ്ങിയ ഗുരുശ്രേഷ്ഠരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അർത്ഥവട്ടാണ്. എന്ത് കാര്യത്തിനാണ് വെളിച്ചം ചരിത്ര ഉദ്ഘാടനം മുതൽ അദ്ദേഹം സദസ്സിലുള്ള പ്രിയമുള്ളവരെ, വാമിക രാമചന്ദ്രൻ മാസ്റ്റർ ഒന്ന് രാജു ടീച്ചർ വേദിയിലേക്ക് വരണം. LSS ആണ് ഇതിനടുത്ത്.
महल मनोज मोहम्मद सईद कार्तिक पीके രാമേന്ദ്രൻ മാസ്റ്റർ ഇത് രാജു ടീച്ചർ വേദിയിലേക്ക് വരണം. LSS ആണ് ഇതിനടുത്ത്. महल मनोज मोहम्मद सईद अल आयशा राफा കണ്ണൂർ കോർപ്പറേഷൻ മേയർ